വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോകാനാണ് കേട്ടോ. അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ വരുമ്പോൾ ബീച്ചിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡിന്നർ പുറത്തുനിന്ന് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയില്ല. ഞാൻ ഒറ്റയ്ക്കല്ലാട്ടോ പോണത്. ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇപ്പൊ ഇഷ ഉണ്ടല്ലോ വീട്ടിലെ. അപ്പൊ ഇഷയുടെ കൂട്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഫസ്റ്റ് അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒരു റെഡ് അല്ല, ഇപ്പോൾ എനിക്ക് എന്താ യെല്ലോ കളർ കഫ്താനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. റെഡ് എന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. പിന്നെ എൻ്റെ അടുത്തുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്, അത് ഇഷ്ടമാണ് കേട്ടോ വേറെ ഉണ്ട്. കാരണം ഞാൻ ഇതിട്ട് വേറെ ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇഷയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. നല്ല രസമുണ്ട്, നല്ല കംഫർട്ടാണല്ലോ, മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. ഫ്രീ അല്ലേ, നമുക്ക് ഭയങ്കര ടയറൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ആള് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബ്ലൂ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലൂ ഞാൻ കുറേ തവണ ഇട്ടതാണല്ലോ, യെല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ ബ്ലൂ ഞാൻ കുറേ തവണ ഇട്ടതാണ്, അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മൂപ്പരാൾക്ക് ബ്ലൂ തന്നെ വേണം. ഞാൻ യെല്ലോ കൊടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ മൂപ്പരാൾക്ക് ബ്ലൂ തന്നെ വേണം. പിന്നെ ഓൾറെഡി അത് വാഷ് ചെയ്തിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ ബ്ലൂ ഇട്ടിട്ടാണ് ഇഷ വരുന്നത്, ഞാൻ യെല്ലോ. ഞങ്ങൾ കളർ ചേഞ്ച് ഒക്കെ ഇട്ടിട്ടാണ് പോണത്. യെസ്, അപ്പം നമുക്ക് എന്തായാലും പോയാലോ. അപ്പം നമ്മളിതാ കാറിലാണ് കേട്ടോ പോണത്. അച്ഛനും അമ്മ ഇതാ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഞാനും ഇഷയും അതുപോലെ തന്നെ കുക്കും ഉണ്ട് കേട്ടോ. കുക്ക് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡൊക്കെ ഭയങ്കര റഷാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് 2 വീക്സിന് മേലെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യണത്. നമ്മുടെ ചാവക്കാട് സുഡിയോ ഇനോഗ്രേഷൻ ഡേ ആണ് നമ്മൾ പോയത്. അത് കാരണം തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു. കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടു കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ എടുത്ത് തന്നത് ഇഷയാണ് കേട്ടോ. ഇഷ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഞാനൊരു യെല്ലോ കഫ്താനാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇഷ ഇതിൻ്റെ കളർ ചേഞ്ച് ആയ ബ്ലൂ കഫ്താനാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം യെല്ലോ ഇട്ട് ഇറങ്ങി വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കഫ്താൻ. അപ്പോൾ ആൾ ചോദിച്ചു ഇങ്ങനത്തെ വേറെ ഡ്രസ്സ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ബ്ലൂ ഉണ്ട്. അപ്പോൾ ആൾക്ക് ബ്ലൂ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്ലൂ ആൾക്ക് കൊടുത്തു. അപ്പോൾ ആൾ ബ്ലൂ ആണ് ഇട്ടേക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഇറങ്ങി യെല്ലോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട് കാണാനായിട്ട്. ഞാൻ ഈ ഒരു കഫ്താൻ ഇട്ടിട്ട് നിങ്ങൾ കുറേ തവണ കണ്ടിട്ടുണ്ടാവും. കാരണം ബ്ലൂ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കഫ്താൻ. പക്ഷേ ഇന്ന് ബീച്ചിലേക്കൊക്കെ പോണ കാരണമാണ് ഞാൻ യെല്ലോ ഇട്ടത് കേട്ടോ. അപ്പോൾ ആൾക്ക് ബ്ലൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്ലൂ ഞാൻ കൊടുത്തു. യെസ്, അപ്പം നമ്മൾ ക്യാമറ തിരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം ബാക്കിലാണ് സൺലൈറ്റ് ഉള്ളത്. നമ്മൾ നേരെ ഇരിക്കുമ്പോൾ മുഖത്തേക്ക് ലൈറ്റ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ആളാണ് എനിക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ബാക്കിലേക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലൈറ്റ് കിട്ടുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റാണ്, ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആളുടെ ഫേസിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ബ്ലഷൊക്കെ ഇട്ടു. ഞാൻ ഒന്നും ഇട്ടില്ല, വേഗം റെഡി ആയിട്ട് ഇറങ്ങി വന്ന കാരണം. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക് വെച്ച് നമുക്ക് ബ്ലഷ് ഇടാന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് എൻ്റെ മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആക്കിയത്. ആളുടെ അടുത്തൊരു ജെല്ലി ടൈപ്പ് ബ്ലഷ് ഉണ്ട്, അത് വെച്ചിട്ട് ബ്ലഷ് ഇട്ടു. അതുപോലെ തന്നെ കണ്ണിൻ്റെ മേലെ ഐഷേഡ് ആയിട്ട് അപ്ലൈ ചെയ്തു. അത് തന്നെ ആൾ ലിപ്സ്റ്റിക് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ എന്നോട്. ഞാൻ ഈ ബ്ലഷൊക്കെ മേടിക്കുന്ന മുൻപൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക് വെച്ചിട്ട് ബ്ലഷായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ബ്ലഷൊക്കെ മേടിച്ചപ്പോൾ പിന്നെ ബ്ലഷാണ് ഞാൻ കൂടുതലും ബ്ലഷായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ടോ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഫേസിൽ ബ്ലഷായിട്ട് യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, റിയാക്ഷൻ ഉണ്ടാവും, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഒറ്റ ലിപ്സ്റ്റിക് കൊണ്ട് എനിക്ക് ബ്ലഷ് ഇട്ട് തന്നു. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഐഷേഡ് ആയിട്ടും എനിക്ക് അപ്ലൈ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വക ഓരോ പോസിങ് ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട്. ആൾ നല്ല കമ്പനിയാണ് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നല്ല ക്ലോസ് ആണ് കേട്ടോ നമ്മളെല്ലാവരുമായിട്ട്. അങ്ങനെ ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുക്കുവിനെ നമ്മൾ എന്താ പറയുക ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഡോഗിനെ കണ്ടത്, വേറൊരു ഡോഗിനെ കണ്ടു. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു എടുത്തോ. കാരണം എനിക്ക് നല്ല പേടി അങ്ങനെ കുക്കു ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നാലും വെച്ചിട്ട് ഞാൻ വേഗം പറഞ്ഞു എടുത്തോന്ന് കേട്ടോ. അപ്പോൾ ആൾക്കാണെങ്കിൽ ഇങ്ങനെ പപ്പീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളുടെ വീട്ടിലും ഒരു പപ്പി ഉണ്ട്, കോക്കോനട്ട് എന്നാണ് കേട്ടോ ആളുടെ വീട്ടിലുള്ള പപ്പിയുടെ പേര്. ഏകദേശം നമ്മുടെ കുക്കുവിൻ്റെ പേരോട് സിമിലർ ആണ്. നമ്മുടെ കുക്കുവിൻ്റെ പേര് കുക്കു, ആളുടെ പേര് കൊക്കോ എന്നാണ് വിളിക്കുക. കോക്കോനട്ട് എന്നാണ് ഫുൾ നെയിം കേട്ടോ. കൊക്കോ കുക്കു നല്ല സിമിലർ ആണ് കേട്ടോ. നല്ല എന്താ പറയുക, വീട്ടിലായാലും കുക്കുവിനായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതാ കുക്കുവിനെ നടത്തിച്ചു ബെൽറ്റിലിട്ടിട്ട്. പിന്നെ നമ്മളിതാ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, അതായത് അമ്മമ്മയും മുത്തശ്ശനുള്ള വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവരുടെ വീട് ശ്രീകൃഷ്ണ കോളേജിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുക്കുവിനെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കുക്കുവിനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതാ ഇഷേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്.
ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്താനം പറയുകയാണ് കേട്ടോ വന്നപ്പോൾ തന്നെ. അപ്പോൾ അച്ഛനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെയും അമ്മൂമ്മയുടെയും ഫോട്ടോ മേലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫ്രെയിം ചെയ്തിട്ട്. അതിന് തൊട്ടപ്പുറത്ത് വരച്ച ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അത് വരച്ചത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതാണ് അച്ഛനിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, കാവ്യ വരച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവരുടെ ആനിവേഴ്സറിക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നത് അത് ഗിഫ്റ്റ് ചെയ്തത്. തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഫോട്ടോ ഇല്ല, അത് തന്നെ ഓൾമോസ്റ്റ് നോക്കി വരച്ചതാണ്. പിന്നെ എൻ്റെ വരെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വന്നത് ഫൈനൽ ലുക്ക്. അത് ഞാൻ ലാമിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്. കുറേ ആയിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് 3-4 കൊല്ലമായിട്ടുണ്ട് അത് വരച്ച് കൊടുത്തിട്ട്. പിന്നെ അമ്മൂമ്മ നമുക്ക് സ്പെഷ്യൽ ലൈം ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ലൈം ജ്യൂസിൽ സോൾട്ടും ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ്, അതുപോലത്തെ ഉണ്ണിയപ്പം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശനോട് ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ തമ്പാണ് കാണിച്ചത്. എന്തായാലും മതി, എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയല്ലോ, തമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരെ ഓപ്പോസിറ്റാണ് അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് ഫോട്ടോ എടുക്കാനും ഇഷ്ടമല്ല, വീഡിയോ എടുക്കാനും ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. അമ്മമ്മയ്ക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പണി ചെയ്ത് നടക്കേണ്ടതാണ് ഇഷ്ടം. ഞങ്ങൾ വന്നപ്പോൾ അമ്മൂമ്മ ഒരു നേരം പോലും ഇരുന്നിട്ടില്ല കേട്ടോ. അടുക്കളയിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓരോന്ന് ഞങ്ങൾക്ക് കൊടുന്നു തരുമായിരുന്നു. ആദ്യം ജ്യൂസ് കൊടുന്നു, പിന്നെ ഉണ്ണിയപ്പം കൊടുന്നു, പിന്നെ ബിസ്ക്കറ്റ് കൊടുന്നു. ലാസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞിട്ടാണ് അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ഒന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞത് കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മളെല്ലാവരും ഇരുന്ന് ഒന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇഷയ്ക്ക് ഇവിടെ വീടൊക്കെ നല്ല ഇഷ്ടമായി, നല്ല സൈലൻ്റ് ആണെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ മെയിൻ റോഡ് സൈഡിലൊന്നല്ല ഇവരുടെ വീട്, കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ ബിൽഡിംഗ് ഇല്ല, എല്ലാം നല്ല പഴയ ടൈപ്പ് വീടും അടിപൊളിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേസ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. എന്തായാലും ഈ ഒരു ഐഡിയ വർക്കൗട്ടായി. പിന്നെ നമ്മളെല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്താണ് മുത്തശ്ശൻ്റെ അനിയൻ്റെ വീടുള്ളത്, അതായത് മുത്തശ്ശൻ്റെ തറവാടുള്ളത്. തറവാട് ഒരു 110-120 വർഷത്തിന് മേലെയായിട്ടുള്ള തറവാടാണ്. ഈ തറവാടിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വീട്ടിലുള്ള പപ്പിയാണ് കേട്ടോ അത്, സിംബ. അപ്പോൾ സിംബയും കുക്കും വലിയ കൂട്ടൊന്നുമില്ല, രണ്ടുപേരും ഇതാ ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണ് നിൽക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ വീടിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് കേട്ടോ ഇവരുടെ വീടുള്ളത്, സിംബയുടെ വീടുള്ളത്. അപ്പോൾ സിംബനെ കാണാൻ പോകാറുണ്ട് ഞാൻ എപ്പോഴും. കുക്കുനായിട്ടാണ് കേട്ടോ, ഞാൻ കുക്കുനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കുനായിട്ട് എപ്പോഴും കാണാൻ പോകും. പിന്നെ കുക്കുന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇവർ രണ്ടുപേരും അടുത്തെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ദേഷ്യമാണ് കേട്ടോ, അകലെ നിന്ന് കാണാൻ ഇഷ്ടമാണ്. പിന്നെ നിഷ വീട് ചുറ്റും ഇങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മയിൽ വരും, ഫുൾ കിളികളുടെ സൗണ്ടാണ്, അണ്ണാനുണ്ട്, പിന്നെ ഫുൾ പച്ചപ്പാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, പാടമുണ്ട്, എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ശ്രീകൃഷ്ണ കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ ഈശോ അങ്ങനെ നടന്ന് വീട് കാണുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. കാരണം വലിയ വലിയ ബിൽഡിംഗ് ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം ആളുടെ വീടിൻ്റെ അടുത്ത് ഫുൾ ആൾ സിറ്റിയിലാണ് തോന്നുന്നു താമസിക്കുന്നത്, മുംബൈയിൽ. ഫുൾ വലിയ വലിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം അതാ പറഞ്ഞത്, വലിയ വലിയ ബിൽഡിംഗ് ഇല്ല, പിന്നെ നല്ല സൈലൻ്റ് ആണെന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മുത്തശ്ശൻ്റെ അനിയൻ്റെ വീട്ടിലിരുന്നു. ഇവിടെ അനിയനും അതുപോലെ തന്നെ വൈഫാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് സംസാരിച്ചു നമ്മൾ കുറച്ച് നേരം. പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ, കാരണം നമുക്ക് ബീച്ചിലേക്ക് പോകണമായിരുന്നു. ഇരുട്ടാവണേ മുന്നേ ബീച്ചിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇരുട്ടായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താ പറയുക, സൺസെറ്റ് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറക്കിയിട്ടാണ് കൊണ്ടുവരാറുള്ളത്, അല്ലെങ്കിൽ അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ കൊടുത്തു അയക്കാറുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഇന്ന് കൊടുത്തയച്ചത് ഒരു വലിയ ചക്കയായിരുന്നു കേട്ടോ. ഈ ഒരു ചക്ക അമ്മൂമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് അമ്മൂമ്മ ഫുള്ളായിട്ട് തന്നെ ഇതാ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കുനെ ബെൽറ്റ് ഇട്ടിട്ടാണ് കേട്ടോ നടത്തിച്ചത്. അപ്പോൾ അങ്ങനെ നടത്തിച്ച് നമ്മളിതാ ഫൈനലി ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് ചാവക്കാടുള്ള മെയിൻ ബീച്ചിലേക്കല്ല കേട്ടോ, എന്താ പറയുക, തിരക്കൊന്നുമില്ലാത്ത ആളൊഴിഞ്ഞ ഒരു ബീച്ചിലേക്കാണ്. ഇവിടെ ഞാൻ ഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചാവക്കാട് ദ്വാരക ബീച്ചിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് നടക്കുകയാണെങ്കിൽ ഈ ഒരു ബീച്ച് എത്തും. കുറച്ച് സൈലൻറ്റ് ബീച്ചാണ്, അധികം ആരുമില്ല.
റഷും ഇല്ല. ഒന്ന് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു, ഒന്നോ രണ്ടോ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ എന്താ പറയുക സൈലൻ്റ് ആയിരുന്നു. പിന്നെ മീൻ പിടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ഷൂട്ടിനൊക്കെ വരുമ്പോൾ ഈ ഒരു പ്ലേസിലേക്ക് വരിക, കാരണം തിരക്ക് കുറവായിരിക്കും. പിന്നെ കുക്കൂനായിട്ട് വരുമ്പോഴും ഈ പ്ലേസിലേക്ക് വരാനാണ് ശ്രദ്ധിക്കാറുള്ളത് കേട്ടോ എപ്പോഴും. പിന്നെ ഇഷ പറഞ്ഞു കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചിലേക്ക് പോവാന്ന്. അങ്ങനെയാണ് നമ്മളിതാ ഈ ഒരു ബീച്ചിൽ എത്തിയത് കേട്ടോ. നമ്മൾ കുറേ നേരം നടന്നു കേട്ടോ. അച്ഛനും അമ്മയും അങ്ങനെ നടന്നില്ല, ഞാനും ഇഷയും കുക്കും കൂടി കുറേ നേരം നടന്നു. നമ്മൾ കുക്കുനെ ബെൽറ്റ് ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു കുക്കുനെ അങ്ങനെ ബെൽറ്റ് ഇടാണ്ട് നടത്തി കഴിഞ്ഞാൽ അവൾ വെള്ളത്തിലേക്ക് പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടാണ് നടത്തിച്ചത് അവളെ. അവൾ കുറേ ആയിട്ടോ ബീച്ചിലേക്ക് വന്നിട്ട്, എനിക്ക് തോന്നുന്നു അവൾ ആകെ 2-3 തവണയാണ് ബീച്ചിലേക്ക് വന്നേക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഈ മണ്ണൊക്കെ തിന്നാനും നക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അധികം അവളെ നക്കാൻ വിടാറില്ല, എടുക്കൂട്ടോ, നല്ലോണം നക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ബീച്ച് നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത് കുറേ നമ്മൾ നടന്നു കേട്ടോ. ബീച്ചിൻ്റെ മണ്ണിൻ്റെ ആ സൈഡിൽ കൂടെ കുറേ നടന്നു നമ്മൾ. എന്നിട്ടാണ് റിട്ടേൺ നമ്മൾ അച്ഛനും അമ്മയുള്ള പ്ലേസിലേക്ക് പോയത് കേട്ടോ. കുറേ ആയിട്ട് ഞാനങ്ങനെ ബീച്ചിലേക്ക് വന്ന് അങ്ങനെ എൻ്റെ കാലൊന്നും നനയിക്കാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല കുറച്ചായിട്ട് കാലിങ്ങനെ നനയ്ക്കുന്നത് ബീച്ചിൽ. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് നനയ്ക്കാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് കാലൊക്കെ നനച്ച് പാൻറ്റൊക്കെ നനച്ച് വന്നിരുന്നപ്പോൾ ഇവിടെ ഭയങ്കര സംസാരമാണ്. എല്ലാവരും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആസ്വദിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയൊക്കെ വരുന്ന ആ ഒരു കാറ്റില്ല, അങ്ങനത്തെ ഒരു കാറ്റായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടോ. അതിന് ശേഷം നമ്മൾ പോകുന്നു, ഒരു 7-7:30 ആകുമ്പോഴേക്കും നമ്മൾ പോകുന്നു. നേരെ നമ്മൾ കുക്കുവിനെ വീട്ടിലാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർക്ക് വന്നു കേട്ടോ. ഗുരുവായൂർ മംഗള എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ. ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, അതുപോലെ തന്നെ ശ്രീ റിനൈൽ റെസ്റ്റോറൻറ്റിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ടൊമാറ്റോ ക്രീം സൂപ്പ്. ഭയങ്കര ഇഷ്ടമായിട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ഞാൻ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു സൂപ്പ് കുടിച്ചിട്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടൊമാറ്റോയും ക്രീമും എല്ലാം മിക്സ് ചെയ്തിട്ട്. ഈ സൂപ്പ് ഞാൻ
വീട്ടിലെത്തിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ടേസ്റ്റ് തന്നെ കേട്ടോ എനിക്ക് കിട്ടിയത്. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ സൂപ്പ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയുക ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ടൈമിന് ഫുഡ് കഴിക്കാത്ത കാരണം ഇനിയൊന്നും ഞാൻ ഉച്ചയ്ക്ക് ലൈറ്റായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ഗ്യാസ് കയറിയിട്ട് നെഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നെഞ്ചരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഷെഷ്വാൻ നൂഡിൽസ് ആയിരുന്നു. പക്ഷെ ഞാനത് ഒരു സ്പൂൺ പോലും കഴിച്ചില്ല കേട്ടോ. ഫ്രൈഡ് റൈസാണ് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത്. അതൊരു 2 ടീസ്പൂൺ കഴിച്ചപ്പോഴേക്കും എനിക്ക് മതിയായി. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ ഗ്യാസ് കയറിയിട്ട്. പിന്നെ ഞാൻ അധികം വ്ളോഗ് എടുക്കാൻ നിന്നില്ല. ഞാൻ വ്ളോഗ് അവിടെ വെച്ച് നിർത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.